ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, റാഡിക്കൽ ഇസ്ലാം എന്താണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. മതമൗലികവാദം ഈ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം, ഈ ലോകം ഇസ്ലാമിന്റെ കാൽ കീഴിലേക്ക് കൊണ്ടുവരണം, ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് ഇന്ന് ഈ നാടിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ അപകടകരമായ ഒരു ഇസ്ലാമിക ഭരണത്തെ ഭയക്കുന്നു. അത് തന്നെയാണ് പാകിസ്ഥാനിൽ നമ്മൾ കാണുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേ ഭരണം തന്നെയാണ്. ലോകത്തെല്ലായിടത്തും ഈ ഇസ്ലാം മത മൗലികവാദികൾ, ഹുക്കൂമത്തെ ഇലാഹിയുടെ ആളുകൾ ഇസ്ലാം മത രാഷ്ട്രത്തിന്റെ കീഴിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന വാദക്കാർ അരങ്ങ് തകർക്കുകയാണ്. ബംഗ്ലാദേശിൽ മാത്രമല്ല, ഏത് യൂറോപ്യൻ രാജ്യങ്ങളിൽ എടുത്താലും ശരി, ഇവർക്ക് അഭയം നൽകിയോ ആ രാജ്യം മുട്ടിച്ചിട്ടല്ലാതെ അവരവിടെ നിന്ന് ഉയർന്നിട്ടേയില്ല. ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നമുക്ക് വളരെ ഈ ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ നോക്കിയാൽ പോലും സി പി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ കുറച്ച് നാളുകളായി പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കുന്ന ഒരു അവസ്ഥയിൽ സി പി എം നിൽക്കുകയാണ്. സി പി എം മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും ഇടതനും വലതനും ഈ ഇസ്ലാം മത തീവ്രവാദികളെ സുഖിപ്പിച്ചും അവരോട് മൃദു സമീപനം സ്വീകരിച്ചും തന്നെയാണ് ഇത്രയും കാലവും നിലനിന്നിട്ടുള്ളത്. ഈ കൊച്ചു കേരളക്കരയുടെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ ഇപ്പോഴും എത്ര പഞ്ചായത്തുകൾ SDPIയുടെ യോജിപ്പോടുകൂടി പിന്തുണയോടുകൂടി കമ്മിയും കൊങ്ങിയും ഭരിക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. നമുക്ക് ദൂഷ്യഫലങ്ങൾ വളരെ കൃത്യമായി പ്രകടമായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അത്തരം കണക്കുകളിലേക്കും ഒന്നുമല്ല പോകുന്നത്. നോക്കൂ, ഇവിടെ മോഹനൻ മാസ്റ്റർ ഇത് പറയുന്നതിന് മുൻപ് മുഹമ്മദ് റിയാസിന്റെ ഒരു കത്ത് പുറത്തു വന്നിരുന്നു. മെക്സവനെ പൂർണ്ണമായും അഭിവാദ്യം. മെക്സവൻ എന്താണ് എന്ന് ഇന്ന് നമ്മൾ അറിയുവാണ്. എല്ലാ മുക്കിലും മൂലയിലും, എന്റെ വീടിന്റെ അടുത്ത പോസ്റ്റിലും കൂടിയുണ്ട് ഇത്. മെക്സവനിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ NDF ഇവിടമെല്ലാം കീഴടക്കിയത്, നാദാപുരം ഡിഫൻസ് ഫോഴ്സ് പിന്നീട് എപ്പോഴാണോ ഈ രാജ്യത്തെ കീഴടക്കുന്നതിലേക്ക്, ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നത്, അതിനേക്കാൾ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ വഴി ഇവരുടെ റാഡിക്കൽ ഇസ്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശംസ അർപ്പിച്ചുകൊണ്ട് മെക്സവന് പരിപൂർണമായി പിന്തുണ നൽകുന്ന ഒരു കത്ത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയുണ്ടായി. ഇതൊന്നും അറിയാതെയാണോ ഇത്തരത്തിൽ പി മോഹനൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്? അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പി മോഹനൻ മെക്സവനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനപരമായ തീരുമാനത്തിലല്ല ഞാനിത് പറയുന്നത്, നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കാരണം ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. എന്താണ് ഇനിയും സംഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടും അദ്ദേഹത്തിന് അറിയാം. ഒരു പ്രസ്താവന നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നീട് അത് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കും, രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ ഏറ്റുപിടിക്കും. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദത്തിനെതിരെയാണ് സംസാരിച്ചത്, പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദത്തിനെതിരെയാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും ആ റിയാക്ഷൻ ഉണ്ടാകും. അത് മനസ്സിലാക്കി തന്നെയാണ് പി മോഹനൻ പ്രതികരിച്ചത്. കൃത്യമായ നടപടികൾ, പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാതെയല്ലോ പി മോഹനൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അതിന് പിന്നിൽ എന്തായിരിക്കാം? അല്ല, ഇപ്പൊ ജയരാജൻ സാർ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹം പറഞ്ഞു എല്ലാത്തിനകത്തും ഇത്തരം മോളുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. മോളുകൾ മാത്രമല്ല, അതിനകത്ത് ബ്രിഡ്ജസും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ബ്രിഡ്ജസ് എന്ന് പറയുമ്പോൾ അവർക്ക് എവിടേക്കൊക്കെയാണോ പാലം വേണ്ടത് അവിടേക്കൊക്കെ അവർക്ക് പാലങ്ങൾ ഉണ്ടാകും. ഇപ്പൊ മോഹനൻ മാസ്റ്റർ വലിയ ആശങ്കയുടെ പുറത്ത് ഒരു കാര്യം പറയുന്ന സമയത്ത് വളരെ കൃത്യമായി അവർക്ക് CPM-ലേക്കുള്ള പാലങ്ങൾ എന്താണോ ആ പാലങ്ങളെ അവർ ഉപയോഗിക്കുകയും മോഹനൻ മാസ്റ്ററെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ടാകാറ്. പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ അദ്ദേഹത്തിന് അത് മാറ്റി പറയേണ്ടി വന്നു. നമ്മുടെ നാട്ടിൽ ഉമ്മൻചാണ്ടി അടക്കം ഇട്ട പോസ്റ്റുകൾ മുക്കിയ ചരിത്രമുണ്ട്. അത് എന്തിന്റെ പേരിലാണെന്ന് നമുക്കറിയാം. ഒരു സാധ്യത. പിന്നെ ശ്രീ ജയരാജ് സാർ പറയുന്നുണ്ടായിരുന്നു, എന്താണ് മോഹനൻ മാസ്റ്റർ എക്സ്പ്രസ് ചെയ്ത കൺസേൺ എന്ന് പറയുന്നത് മെക്സവൻ നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ അല്ല, പക്ഷെ മെക്സവൻ അകത്തേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ കടന്നു കയറിയിട്ടുണ്ടാകാനാണ് സാധ്യത എന്ന്. പക്ഷെ അതിനകത്ത് ദുരൂഹമായിട്ട് അത്തരം സാധ്യത അല്ല, ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അതിനെ എടുക്കാം. പക്ഷെ എന്നാൽ പോലും സാറേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഒബ്സർവ് ചെയ്താൽ, വലിയ രാഷ്ട്രീയ നിരീക്ഷകരൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല, കൊച്ചുകുട്ടികൾക്ക് പോലും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമാണ്. 2012 തുടങ്ങിയ ഒരു സംഘടന 2022 പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വരെ എവിടെയാണോ തുടങ്ങിയത് അവിടെ മാത്രമുള്ള ഒരു പ്രാദേശിക സംഭവമായി നിലനിൽക്കുകയും പക്ഷെ അതിനുശേഷം വരുന്ന ഒരു 2
വർഷം കൊണ്ട് 1000-ലധികം ബ്രാഞ്ചസ് ഉള്ള ഒരു സംവിധാനമായി നോർത്ത് കേരളം മുഴുവൻ അത് സ്പ്രെഡ് ആവുകയും ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്തേക്ക് വളരെ കൃത്യമായിട്ട് സംഘടനാ ബോധത്തോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം അതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സുവ്യക്തമാണ്. അപ്പൊ ആരാണ് അതിന്റെ പുറകിൽ? ഇതെന്തുകൊണ്ട് നോർത്ത് കേരളയിൽ മാത്രം അല്ലെങ്കിൽ മലബാർ ബെൽറ്റിൽ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്? എന്തുകൊണ്ട് സൗത്ത് കേരളയിലേക്കല്ല വളർന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് എറണാകുളം ബെൽറ്റ് ആ ഒരു മധ്യ കേരളത്തിലേക്കല്ല ഇത് വന്നത്? ഇത് പകരം നോർത്ത് കേരളയിലേക്ക് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഭൂരിപക്ഷം നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് മാത്രം ഇത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിന്റെ വീഡിയോസ് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാകും അതിന്റെ അകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർ മുഴുവനും ഏത് മതവിഭാഗത്തിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്നോ രണ്ടോ ആൾക്കാർ എണ്ണിപ്പറക്കി അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒക്കെ അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ എന്താണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടനയുടെ അണികളിലുമുണ്ട്, നേതാക്കന്മാരിലുമുണ്ട്. ഇവരുടെ എല്ലാവരിലും നാമമാത്രമായിട്ട് ആരെങ്കിലും ഒക്കെ കാണും. എക്സിബിഷനിസം അല്ലെങ്കിൽ എന്താണ് എക്സിബിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരുടെ മതചിഹ്നങ്ങളെ എക്സിബിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ അതിനകത്ത് പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഈ നിസ്കാരത്തുപ്പി എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്തോ അല്ല വെറുതെ അത് ആൾക്കാർ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കലുണ്ടെങ്കിലും നിസ്കാരത്തുപ്പി ആക്ച്വലി നിസ്കരിക്കുന്ന സമയത്ത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോസിൽ പോലും അത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രകടമായ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിന്റെ അകത്തേക്ക് ആൾക്കാർ വരികയും പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനൊന്നും ആർക്കും ഇപ്പോൾ എന്താണ് പരാതി പറയാനൊന്നും അവകാശമില്ല. കാരണം ഈ കാര്യം കഴിഞ്ഞാൽ അവർക്ക് എന്താ പങ്കെടുക്കാൻ പാടില്ല? പങ്കെടുക്കാം. ഈ നാട്ടിൽ ആർക്ക് വേണമെങ്കിലും എന്ത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും ഏത് പൊതുപരിപാടിയിലും പങ്കെടുക്കാം. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്താണ് റോക്കറ്റ് വിട്ടത് കണക്ക് ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കുകയും അതും അധികം ആരുടെ ഒന്നും ശ്രദ്ധയിൽ പെടാത്ത രീതിയിൽ ഇങ്ങനെ പോവുകയും ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തോ സംതിങ് ഫിഷി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം പ്രഥമ ദൃഷ്ടിയാ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇപ്പൊ മോഹനൻ മാസ്റ്റർ അതിനുശേഷം അദ്ദേഹത്തിന്റെ മേൽ വലിയ പ്രഷർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി പറഞ്ഞ പ്രസ്താവന പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ അതിന്റെ അണികൾക്കിടയിൽ ഒരു ചർച്ച വരുന്നു. ഇതിന് പാരലായി സിമി നിരോധിച്ചപ്പോൾ എൻ ഡി എഫ് നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുമോ എന്ന് ഭയന്നപ്പോൾ SDPI. ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ എന്താണോ ഭയന്നത് നിരോധനം, ആ നിരോധനം സംഭവിച്ചപ്പോൾ MEG7 ഒന്ന് ചീഞ്ഞു മറ്റൊന്നിന് വളമാകുന്നത് പോലെ ഇവർ വളർന്ന് പടർന്ന് പന്തലിക്കുവാണ് ഓരോ രൂപത്തിലും. അദ്ദേഹം ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുറത്ത് വലിയ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രഷർ ആരുടെ ഭാഗത്തു നിന്നാണ് വന്നത്? അത് വലിയ ചോദ്യമാണ്. ഈ പ്രഷർ ആരുടെ ഭാഗത്തു നിന്നായിരിക്കും അദ്ദേഹത്തിന്റെ പുറത്ത് വന്നത്? അങ്ങനെ ഒരു പ്രഷർ വരണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തലപ്പത്ത് നിന്ന് തന്നെയായിരിക്കും, സംസ്ഥാന തലത്തിൽ നിന്ന് തന്നെയായിരിക്കും. കാരണം പറഞ്ഞത് മാറ്റി പറയണമെങ്കിൽ ഉന്നത തലങ്ങളിൽ നിന്നും സമ്മർദ്ദം വരണം. ഇതാരെ ബാധിക്കുന്നതാ? മുസ്ലിം തീവ്രവാദികളെ. അപ്പൊ പിന്നെ മാറ്റി പറയാതെ പറ്റുമോ? ഇപ്പോ മുഹമ്മദ് റിയാസ് MEG7 പിന്തുണച്ച് കത്ത് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. കത്ത് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം പാലങ്ങൾ MEG7 എല്ലാ ഇടത്തേക്കും ഉള്ളപ്പോൾ അത്തരം പാലങ്ങളാണോ ഈ പറയുന്ന പ്രഷർ അദ്ദേഹത്തിന്റെ പുറത്ത് ചെലുത്തിയിരിക്കുന്നത്? അതുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ പ്രസ്താവന തിരുത്തുകയോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യുകയോ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്? സംശയങ്ങളാണ്, ചോദ്യങ്ങളാണ്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ്. CPM ഉൾപ്പെടെയുള്ള ആൾക്കാര് വരും ദിവസങ്ങളിൽ അതിന് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളുമാണ്. നുസ്രത് ജഹാൻ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ചില വിവരങ്ങളുണ്ട്. MEG7 വിമർശനങ്ങളിൽ നിന്ന് AP വിഭാഗം പിന്മാറുന്നു എന്നുള്ള രീതിയിൽ ചില ഞാൻ നുസ്രത്തിലേക്ക് തിരികെ എത്താം. ഡോക്ടർ B ജയരാജിലേക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട്. ഡോക്ടർ B ജയരാജ് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇസ്ലാം മത തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന നേതാവാണെങ്കിലും അതുക്ക് മേലെയുള്ള ആളാണെങ്കിലും ശരി, ഇസ്ലാം മത തീവ്രവാദത്തെ ഭയക്കണം. അവർ പറഞ്ഞ പ്രസ്താവന, നിലപാടുകൾ ദ്രുതഗതിയിൽ നിമിഷാർദ്ധ നേരത്തിനുള്ളിൽ മാറ്റി പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ പറയിപ്പിക്കും. ഇപ്പൊ മനസ്സിലായോ? MEG7 ഇപ്പോൾ മതേതര പാർട്ടിയാക്കാൻ മത്സരിക്കുന്ന ആളുകൾ ഏത് പാർട്ടിയുടെ ഈ ചില്ലത്തിലാണ് ഇവർ വളരുന്നത് എന്ന് ഇന്ന് കേരളക്കരയ്ക്കെങ്കിലും അറിയാം. നന്ദി.